ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഓഗസ്റ്റ് 15-ൻ്റെ അന്ന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടാതെ പോയിട്ടുണ്ടെന്ന് അറിയോ? അന്ന് ഞാൻ ആഗ്രഹിച്ച് കിട്ടാതെ പോയതൊക്കെ ഞാൻ ഇന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അന്ന് പിന്നെ ഇത്ര വലുതല്ലാത്തതുകൊണ്ട് മിഠായും പായസമൊക്കെ കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് സ്കൂളിൽ പോവാറ്. അവിടെ ചെന്ന് കയ്യിൽ പിടിക്കാൻ ഒരു കൊടി ഇല്ലെങ്കിൽ, കൊടിയെന്ന് ഉദ്ദേശിച്ചത് പതാക ഉണ്ടോ, പതാക കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. അന്നത്തെ ആ സങ്കടം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സ്വന്തമായിട്ട് ഒരു പതാക ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അന്ന് എൻ്റെ കൂടെയുള്ള കുട്ടികളിൽ കുറേ ആൾക്കാർക്ക് പതാകയും പിന്നെ കയ്യിൽ കെട്ടുന്ന റിബൺ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അന്ന് ഞാനൊരു ഹെയർ ക്ലിപ്പ് കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഏകദേശം അതുപോലെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഈ ഫ്ലാഗിൻ്റെ തീം ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ റിബണൊക്കെ ആദ്യം തന്നെ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിങ്ങനെ പീസാക്കിയിട്ട് മുറിച്ചിട്ട് മൂന്നും കൂടി ഇങ്ങനെ സ്ലൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഒരു പതാകയും ഒരു ഹെയർ ക്ലിപ്പും പിന്നെ കയ്യിൽ കെട്ടുന്ന ഒരു റിബൺ പോലത്തെ സംഭവം. ഇത് മൂന്നും കൂടെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് 15 ആവാറായല്ലോ, അപ്പോൾ പിന്നെ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ വാങ്ങി വെച്ചതായിരുന്നു ഇതൊക്കെ. പണ്ട് ഞാൻ ആ ദിവസം തന്നെ വീട്ടിൽ പോയിരുന്ന് കുറേ ആലോചിച്ചിട്ട് സ്കെച്ചൊക്കെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ പതാക ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. എന്നിട്ട് അത് ഉണ്ടാക്കിയിട്ട് ഒരു ഇർക്കിളിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നടക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് പറയുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എത്ര വലുതായി കഴിഞ്ഞാലും കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ചിലപ്പോൾ ബാക്കി കിടക്കുന്നുണ്ടാവും മനസ്സിൽ. അത് എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നേടിയെടുക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടും സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഗസ്റ്റ് 15 എങ്ങനെയായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക.